അങ്ങനെ അവസാനത്തെ പരീക്ഷയും കഴിഞ്ഞ് 2 മക്കളെയും കൊണ്ട് ഞാൻ നേരെ പോകുന്നത് എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. ആദ്യം അവധി കിട്ടുമ്പോൾ നമ്മൾ പോകുന്ന ഫസ്റ്റ് സ്ഥലം അവിടെ തന്നെയാണ്. അപ്പോൾ പോകുന്ന വഴിയാണ് ശംഖുമുഖം കേട്ടോ. അപ്പോൾ ശംഖുമുഖത്ത് ജസ്റ്റ് ഒന്ന് ബീച്ചിലും കയറണം, സൈക്കിൾ പാർക്കിലും കയറണം എന്ന് ഇറങ്ങിയപ്പോഴേ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് സൈക്കിൾ പാർക്കിൽ പോയാട്ടാ. അങ്ങനെ 2 പേർക്കും ഓരോ സൈക്കിളും എടുത്തിട്ട് നമ്മൾ നേരെ അവിടെ കുറേ നേരം സൈക്കിൾ റൈഡായിരുന്നു കേട്ടോ. ഞാനും ഇടയ്ക്ക് ഒന്ന് പരീക്ഷിച്ചായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞൂടാ, സ്കൂട്ടി മാത്രമേ ഓടിക്കറിയാവൂ. അതെന്താണെന്ന് വെച്ചാൽ അതെനിക്കറിഞ്ഞൂടാ, ഞാൻ പഠിച്ചിട്ടില്ല അത്ര തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല ദാഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അഴികൾ കുഴിയിൽ കൂടി ഒരു കട കണ്ടു. അങ്ങനെ അതിനകത്തൂടെ ഒരു സോഡ ലൈം വാങ്ങിച്ച് കുടിച്ച്, പിന്നെ മക്കൾക്ക് ഓരോ ഗ്ലാസ് വാങ്ങിച്ച് കുടിച്ച്. അവരുടെ മുഖം കണ്ട് ആദ്യമായിട്ടാണ് സോഡ കുടിക്കണം, മീൻസ് സോഡ ലൈം കുടിക്കണം. അതിൻ്റേതായ ഒരു ഭാവ വ്യത്യാസമാണ്. അപ്പോൾ അതിൽ നമ്മൾ നേരെ പോണത് ബീച്ചിലോട്ടാണ്. അങ്ങനെ ശംഖുമുഖം ബീച്ച് മൊത്തത്തിൽ അടച്ചിട്ടിരുന്നിട്ട് കുറേ ദിവസത്തിന് ശേഷം ഇപ്പോൾ പിന്നെ ഓപ്പൺ ആയതിനു ശേഷം ഇപ്പോഴാണ് നമ്മൾ വരണത് കേട്ടോ. അതിൻ്റേതായ സന്തോഷമുണ്ട്. ഈ ഒരു ബീച്ച് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. നമ്മൾ പണ്ട് മുതൽ ഈ കാലം വരെയും ഫസ്റ്റ് മീൻസ് ഓൾമോസ്റ്റ് കൂടുതൽ വന്നിട്ടുള്ളത് ഈ ബീച്ചിൽ തന്നെയാണ്. അങ്ങനെ കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിച്ചിട്ട് നമ്മൾ നേരെ ചോളം വാങ്ങിക്കാൻ കയറി കേട്ടോ. മക്കൾക്ക് ചോളം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചോളം ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഹാഫായിട്ട് എടുക്കാമെന്ന് കരുതി. കാരണം മൊത്തത്തിൽ വാങ്ങിച്ചാൽ അവർ കഴിക്കാറില്ല. അങ്ങനെ 2 പേർക്കും അത് കൊടുത്തിട്ട് നല്ല ഞാൻ ചൂട് ചായയും ബജ്ജിയും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ബജ്ജിയല്ല, വാഴയ്ക്കപ്പം. ആദ്യം അതെടുത്ത് പിന്നെ വേണ്ടതെന്ന് വെച്ച് വാഴയ്ക്കപ്പം എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വാഴയ്ക്കപ്പം കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പെരുമാതുറയാണ്. അപ്പം നൈറ്റ് ഈ ഒരു ടൈം ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാവിലെ പോകുന്ന പറഞ്ഞത്. അപ്പോൾ രാത്രി തന്നെ പോകുന്നവർക്ക് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. അങ്ങനെ നേരെ നമ്മൾ സംഭവ സ്ഥലത്തെത്തി. അവൾ കണ്ടപ്പോഴേ ഷോക്കായി. ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നല്ല സന്തോഷമായി അവൾക്ക്. അപ്പോൾ 2 മക്കളെയും കണ്ടു. നമ്മൾ നേരെ വീട്ടിലോട്ടെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി ടാറ്റാ ബൈ ബൈ, സീ യു.